മാർക്കറ്റ് ചാർട്ടുകളിലെ ആ കയറ്റിറക്കങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ എങ്ങോട്ടായി പോകുന്നതെന്ന് തല പുകച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനൊരുത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന രണ്ട് കിടിലൻ ആശയങ്ങളെക്കുറിച്ചാണ്. മാർക്കറ്റ് സ്ട്രക്ചറും പിന്നെ സ്മാർട്ട് മണി കൺസെപ്റ്റുകളും. ഒരു ട്രേഡിംഗ് ചാർട്ട് തുറന്നുവച്ചാൽ കാണാം അല്ലേ? വില മുകളിലേക്കും താഴേക്കും ഒരു ഭ്രാന്തമായ ഓട്ടമാണ്. ഈയൊരു ബഹളത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു ഓർഡർ, ഒരു ക്രമം ഒളിഞ്ഞിരിപ്പുണ്ടോ? ഒറ്റനോട്ടത്തിൽ തോന്നില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ആ താളം കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. അപ്പോ ഈ വഴി എന്താണെന്നല്ലേ ചില പ്രൊഫഷണൽ ട്രേഡർമാർ വിശ്വസിക്കുന്നത്? ഇതിന്റെ ഉത്തരം രണ്ട് ഭാഗങ്ങളുള്ള ഒരു കിടിലൻ ഫ്രെയിംവർക്കിലാണെന്നാണ്. ഈയൊരു രീതിയുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ ഒരു പുതിയ രീതിയിൽ, പുതിയൊരു കണ്ണിലൂടെ കാണാൻ പറ്റും. അപ്പോ നമുക്കതിന്റെ ആദ്യത്തെ ഭാഗം എന്താണെന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമ്മള് ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റോപ്പ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. ഇതാണ് ബേസിക്കലി എല്ലാത്തിന്റെയും അടിത്തറ. വില ഇതിനു മുമ്പ് എവിടെയായിരുന്നു, ഇപ്പൊ എവിടെ നിൽക്കുന്നു, ഇനി അങ്ങോട്ടെങ്ങോട്ട് പോകാനാണ് സാധ്യത, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലിയർ ബ്ലൂ പ്രിന്റ് തരുന്നത് ഈ മാർക്കറ്റ് സ്ട്രക്ചറാണ്. അപ്പോ എന്താണ് ഈ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ, സിമ്പിളായി പറഞ്ഞാൽ ഇത് മാർക്കറ്റിന്റെ ഒരു ആർക്കിടെക്ചറൽ ബ്ലൂ പ്രിന്റ് പോലെയാണ്. വിലയുടെ പ്രധാനപ്പെട്ട ഹൈ പോയിന്റ്സും ലോ പോയിന്റ്സും ഒക്കെ നോക്കി മാർക്കറ്റ് നമ്മളോട് എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് വായിച്ചെടുക്കാനുള്ളൊരു വഴിയാണിത്. വെറുമൊരു മാപ്പ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു വഴികാട്ടി തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ ശരിക്കും മൂന്നേ സ്റ്റെപ്പുകളേ ഉള്ളൂ. സ്റ്റെപ്പ് 1, മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ട്രെൻഡ് എന്താണെന്ന് തിരിച്ചറിയുക, അതായത് ബിഗ് പിക്ചർ കാണുക. സ്റ്റെപ്പ് 2, വില എവിടേക്ക് തട്ടി നിൽക്കാം, എവിടുന്നൊക്കെ തിരിയാം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലെവലുകൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ സ്റ്റെപ്പ് 3, ഈ ട്രെൻഡ് എപ്പോഴാണ് ദുർബലമാവുന്നത്, എപ്പോഴാണ് ഒരു മാറ്റം വരുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അത്രയുള്ളൂ. ശരി, അപ്പം മാർക്കറ്റിന്റെ ഘടന നമുക്ക് മനസ്സിലായി. പക്ഷെ അതൊരു തുടക്കം മാത്രമാണ്. ഇനി നമ്മൾ ഈ കളിയിലെ വലിയ കളിക്കാരെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാം ഭാഗം, സ്മാർട്ട് മണി. ഇത് ചിലപ്പോ നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം കേട്ടോ. അപ്പോ ആരാണ് ഈ സ്മാർട്ട് മണി? ഇതിന്റെ പിന്നിലുള്ള തിയറി എന്താണെന്ന് വെച്ചാൽ, വലിയ കളിക്കാർ, അതായത് വമ്പൻ ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസുമൊക്കെ മാർക്കറ്റിനെ തന്ത്രപരമായി മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നതാണ്. അവരുടെ കയ്യിലുള്ള ഭീമമായ പണം വെച്ച് അവർക്ക് വിലയെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ അവർ അറിയാതെ ചാർട്ടുകളിലെ ചില സൂചനകൾ, ചില കാൽപ്പാടുകൾ അവശേഷിപ്പിക്കും. അത് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ പണി. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന രീതിയും സ്മാർട്ട് മണി ചിന്തിക്കുന്ന രീതിയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണ ട്രേഡർമാർ ആൾക്കൂട്ടത്തിന്റെ കൂടെ പോകും, വാർത്തകൾ വരുമ്പോൾ പേടിച്ച് റിയാക്ട് ചെയ്യും. പക്ഷേ സ്മാർട്ട് മണി അങ്ങനെയല്ല. അവര് വിലയുടെ ചലനങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണ്. നമ്മുടെ പേടിയും അത്യാഗ്രഹവുമൊക്കെ മുതലെടുത്ത് അവർ ലിക്വിഡിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ അവരത് മുൻകൂട്ടി കാണുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താണെന്നറിയാം, പിന്നെ ഈ കളിയിലെ വലിയ കളിക്കാർ ആരാണെന്നും അറിയാം. അപ്പോൾ ഇവ രണ്ടും രണ്ട് വേറെ വേറെ കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. ഇവർ രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് മാർക്കറ്റിന്റെ യഥാർത്ഥ ചിത്രം, ആ കംപ്ലീറ്റ് സ്റ്റോറി നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാ നോക്കാം അല്ലേ? ഇതെങ്ങനെയൊന്ന് സങ്കല്പിച്ചു നോക്കൂ. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു മാപ്പാണ്. ആ ടെറിറ്ററിയുടെ ഒരു മാപ്പ്. എവിടെയാണ് മല, എവിടെയാണ് പുഴ, എവിടെയാണ് സുരക്ഷിതമായ വഴി എന്നൊക്കെ ആ മാപ്പ് നമുക്ക് കൃത്യമായി കാട്ടിത്തരും. അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് മണി കൺസെപ്റ്റുകൾ എന്താണെന്നോ, ആ മാപ്പിൽ പതിഞ്ഞ ഭീമാകാരന്മാരുടെ കാൽപ്പാടുകളാണത്. ആ ജയൻസ് എവിടെയൊക്കെ നടന്നുപോയി എന്നതിന്റെ തെളിവുകൾ. അപ്പോ വെറുതെ മാപ്പ് നോക്കിയാൽ പോരാ, ആ കാൽപ്പാടുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുകൂടി മനസ്സിലാക്കുമ്പോഴേ ആ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് പിടികിട്ടും. അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ട്രേഡിംഗ് സിസ്റ്റം മാത്രമല്ല, അതിനു മുകളിൽ മാർക്കറ്റിനെ നോക്കിക്കാണാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ്. വെറുതെ വിലയുടെ ചലനങ്ങളോട് പ്രതികരിക്കുന്ന ഒരാളിൽ നിന്ന് കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്ന ഒരാളായി നമ്മളെ മാറ്റുന്ന ഒരു രീതി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് കോണ്ടെക്സ്റ്റ് തരുന്നു, അതായത് കളിയുടെ സാഹചര്യം എന്താണെന്ന് പറയുന്നു. സ്മാർട്ട് മണിയാവട്ടെ വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് കളിക്കുന്നത്. ഇവർ രണ്ടും കൂടി ചേരുമ്പോൾ മാർക്കറ്റിന്റെ ഒരു സമ്പൂർണ്ണ കഥ നമ്മുടെ മുന്നിൽ തെളിയുന്നു. അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചവസാനിപ്പിക്കാം. നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിലെ വിലയെ വെറുമൊരു ലൈനായി, മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു വരയായി മാത്രം കാണുന്നത് നിർത്തിയിട്ട് അതിന് പിന്നിലുള്ള കഥ വായിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും മാറ്റം? അപ്പോ ഇന്നത്തെ ഈ വിശകലനത്തിൽ പങ്കുചേർന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.